Audience. നിങ്ങൾ എന്നാ മൂന്നാറ് എന്തോ പാർട്ടി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്? ആ ഉണ്ട്, അത് അടുത്ത ആഴ്ച. സത്യം പറ ക്ലീറ്റ, അത് പാർട്ടി പരിപാടിക്ക് തന്നെ പോണാണോ? നിനക്കത്ര സംശയം എന്ത്? എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മൂന്നാറ് കൊണ്ടുവന്ന്. നിങ്ങൾ അല്ലെങ്കിൽ മറ്റേ ഡൽഹിയിലും ബോംബെയിലും എറണാകുളത്തൊക്കെ പാർട്ടി പരിപാടി വെക്കുന്ന ആൾക്കാർ ഈ കല്ലുമലയും താണ്ടി ഈ പർവ്വതത്തിന്റെ മുകളിൽ മൂന്നാറിൽ കൊണ്ടുവന്ന് പാർട്ടി പരിപാടി വെക്കണ എന്തിനാ? അതെ, പാർട്ടിയും പാർട്ടിക്കാരും വികസിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും വികസിക്കും. അപ്പം നമ്മൾ സൗകര്യപ്രദമായ സ്ഥലങ്ങൾ കണ്ടെത്തും. ഇനിയിപ്പോൾ ഇന്ന് മൂന്നാർ, നാളെ കൊടൈക്കനാൽ, അവിടെ നിന്ന് പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകും. എവിടെ പോണേ? ഓ, ഒന്നും പറയണ്ട തങ്കം. എന്നാ ഒന്നും പറയണ്ട, വയ്ക്കോ. അല്ല, അതല്ല, നമ്മുടെ മറ്റേ സദാനന്ദ ഇല്ലേ, അങ്ങേരെ പൂവരച്ച് നമ്മളെ കിണറ്റിന്റെ മണ്ടയിലോട്ടാണ് കിടക്കണം. അത് കുഞ്ഞു കമ്പല്ലേ? കുഞ്ഞല്ലെന്നേ, അതിൽ നിറച്ച് ഇല ഇഷ്ടം പോലെ അടക്കിയില്ല. അത് മൊത്തം ആ കിണറ്റിലാണ് വീണത്. ആ വെള്ളമല്ലേ നമ്മൾ കുടിക്കണത്. അയാളൂടെ വെട്ടിക്കളയാൻ പറഞ്ഞിട്ട് കേൾക്കണേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നൊന്ന് പറയാന്ന് വിചാരിച്ചു. അത് പിന്നെന്ത് നിസ്സാര കാര്യമല്ലേ, ഇതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്യാന്നുള്ളതല്ലേ. ഓ, അത് തന്നെ നിസ്സാര. ഞാൻ വിചാരിച്ചു കനക സാറിനെ കണ്ടൊന്ന് പറയാന്ന് വിചാരിച്ചു. അത് ശരിയാ. അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ എടുക്കണം. അവൻ അവിടെ ഉണ്ട്. ചെല്ല്. ഉണ്ടല്ലേ? പോയിട്ട് വരാം. ഇപ്പൊ ശരിയാക്കി തരും, ഇപ്പൊ ശരിയാക്കി തരും. അയ്യോ, കനകൻ സാറ് പെണ്ണുപിള്ളിക്ക് തലയ്ക്കല്ലോ കുഴപ്പമുണ്ടാ? എന്ത് ഉടനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോ. അങ്ങ് ചെന്നാൽ മതി, അവൻ മിടുക്കനാണെന്ന്. എന്തും അടി ഇതൊരു പൊതുപ്രശ്നമാണ്. പൊതുപ്രശ്നത്തിൽ ഇടപെടാനാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ ഉള്ളത്. സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടാനായിട്ട്. അതിനൊരു പോലീസുകാരനെ അങ്ങ് പറഞ്ഞു അങ്ങ് പോ, പിന്നെ മലമറിയും. ഇപ്പം കാണാം. ഞാനാണോ ഇപ്പൊ പറഞ്ഞത് കനകനെ കൊണ്ട് ജയിക്കാൻ? അവര് കനകൻ സാറിനെ കാണാൻ വേണ്ടി വന്നാന്നല്ലേ പറഞ്ഞത്? ഈ ഒരു വാക്ക് പറയാതെ എന്നെ പോലെ ഞാൻ ഒരു തേക്കും കഴിവിൽ ഇവിടെ നിൽക്കുകയല്ലേ, ഒരു പൊതുപ്രവർത്തകൻ. എന്റെ പൊന്നെ, നിങ്ങൾ പൊതുപ്രവർത്തകനാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അത് അവൻ വിചാരിച്ച അവൻ മിടുക്കനാണ്, അതുകൊണ്ട് അവൻ മിടുക്കനാന്ന് പറഞ്ഞു. ലോകത്ത് ഇന്നേ വരെ ഏതെങ്കിലും ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഒരു പോലീസുകാരെ ഇടപെട്ടിട്ട് നേരെ ആക്കിയിട്ടുണ്ടോ? പരിഹരിച്ചിട്ടില്ല. എവിടെ പരിഹരിച്ച്? സിംല കരാറ് അത് ഒപ്പുവെച്ചത് ആര്? വട്ടമേശ സമ്മേളനം നടത്തിയത് ആര്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചെന്ന ആര്? ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർ, സാധാരണക്കാര്. അല്ല, ഇതിപ്പോ സ്വാതന്ത്ര്യ സമരമൊന്നും അല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു കാര്യം, അവരുടെ വീട്ടിൽ മരം മുറിക്കണ കാര്യം, അത്രയല്ലേ ഉള്ളൂ. എന്ത് തീന്മേശലടി കറങ്ങി തിരിഞ്ഞ് മാവിന്റെ മുട്ടി എത്തിയ? എടാ, ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ ഒരു പൊതുപ്രവർത്തകന്റെ ജോലി എന്താണെന്നും പോലീസുകാരന്റെ ജോലി എന്താണെന്നൊക്കെ ഉള്ള ബോധം കുറച്ചെങ്കിലും വേണം. എന്ത് കാര്യം? നിങ്ങളുടെ പാർട്ടിക്കാരൊരു 10 പേരെ വിളിച്ചോ? സദാനന്ദന്റെ പൂവരച്ച് വേട്ടാൻ വാക്കത്ത് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ മറ്റേ സുലുവില്ലേ, സുലുവിന്റെ അവിടെ വീട്ടിലെ കിണറ്റിന്റെ മേളിൽ കൂടെ അപ്പുറത്തെ മറ്റേ സദാനന്ദ ഉണ്ടല്ലോ, അയാളുടെ പൂവരച്ച് വന്ന് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന അതിൽ നിന്ന് ഇലയെല്ലാം വെള്ളത്തിലോട്ട് വീണ്, കിണറ്റി വീണ്. അപ്പൊ ആ പ്രശ്നം പറയാൻ ആ പെണ്ണുമ്പിള്ള ആരുടെതാണത് പറയേണ്ടത്? ഒരു പൊതുപ്രവർത്തകരുടെ അടുത്തല്ലേ പറയാനുള്ളത് ഒരു പൊതുപ്രശ്നം? അപ്പോൾ അവർ ഓടി അങ്ങ് മറ്റേ പോലീസുകാരെ ഇപ്പം അങ്ങ് മലമുറിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ള അങ്ങോട്ട് പോയി. അതിന് എസ് വെച്ച് കൊടുക്കാൻ ഇവിടെ എൻ്റെ ഭാര്യ. അവൻ വിചാരിച്ച ഇപ്പം നടക്കും, ഇപ്പം അങ്ങ് മറിക്കാമെന്ന്. ഇമാതിരി ചീള് കേസിന് മച്ചമ്പി പോകാനോ? TDT പാർട്ടിയുടെ രാഷ്ട്രീയ ആചാര്യം മച്ചമ്പി നേരി കിണറ്റിനകത്ത് പൂവരശി വീഴുന്നു, കാക്ക ചത്ത് വീഴുന്നു. ഈ കേസിനകത്ത് ഇടപെടാനാ? തട്ടുകട ഉൾക്കാരത്തിന് മുഖ്യമന്ത്രി എന്തിനാ? ഒരു തർക്കം ഉണ്ടാകുമ്പോൾ എന്തായാലും 2 ഭാഗം വരുമല്ലോ, വാദിയും പ്രതിയും. അത് കോടതി കേസിലേക്ക് പോകുമ്പോൾ വാദിക്കും വക്കീല് വരും, പ്രതിക്കും വക്കീലും. ഇപ്പം വാദിയ സുരിച്ചേച്ചിയുടെ കേസിനകത്ത് മച്ചമ്പി ഇടപെട്ടതുകൊണ്ട് നമുക്ക് പ്രതിയുടെ വക്കീലായാലോ? അയാൾ ഇങ്ങോട്ട് നമ്മളെ ക്ഷണിക്കണ്ടേ? എന്തിനും ഇങ്ങോട്ട് വന്ന് ക്ഷണിക്കണം? നമുക്ക് അങ്ങോട്ട് പോയി കാര്യം പറഞ്ഞൂടെ? അതൊക്കെ നാണക്കേട്. നമ്മൾ അങ്ങോട്ട് പോയി ഇറന്ന് ചോദിക്കണം, അതൊന്നും വേണ്ട. നാണക്കേടില്ലാത്തവർക്ക് എന്തോ നാണക്കേട്? അല്ല, അവർക്ക് നാണമില്ലല്ലോ കാര്യം. അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഇലയിട്ട് ഉപദ്രവിക്കുമോ? ഞാൻ നൈസായിട്ട് സാധാരണത്തിനോട് സംസാരിക്കാം. കാരണം ഞാൻ സാധാരണ ജംഗ്ഷനിൽ ചെറിയൊരു കുടികട ബന്ധമുണ്ട്. ഞാൻ പോയി അയാളോട് സംസാരിച്ചിട്ട് പറയാം, നിങ്ങളുടെ ഭാഗത്ത് നമ്മൾ ഇടപെടും. അവരെന്തായാലും കനകമച്ചമ്പ് പോലെ ഒരു തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നൊക്കെ കുറച്ച് ഗുണഗണങ്ങളൊക്കെ പറഞ്ഞ അയാളെ വസൂലാക്കി കഴിഞ്ഞാലേ ഇത് നമ്മൾ സോൾവ് ചെയ്തെടുത്ത് നാട്ടിൽ മുഴുവനും അറിയണം. ഏത് എന്റെ ദൈവം, എന്നാലും ഇങ്ങനെ ഉണ്ടോ മനുഷ്യര്? ഇവരെന്തൊരു സാധനങ്ങളാ! ആ ചാഞ്ഞടക്കണ കമ്പ് വെട്ടി തന്നാൽ എന്താ കുഴപ്പം? ഇതിപ്പോ നമ്മുടെ കുടിവെള്ളമല്ലേ മോശമായിക്കൊണ്ടിരിക്കണത്? ഇതൊരു മനുഷ്യരാണ്. അത് മാത്രമല്ലല്ലേ, ഞാനും തമ്പിച്ചേട്ടനും കൂടെ ഭയങ്കര സന്തോഷമായിട്ടല്ലേ ജീവിക്കണം. നമ്മളെ തമാശയും പറഞ്ഞ് ചിരിച്ച് അതൊന്നും അവർക്ക് പിടിക്കൂല. അവിടെ ആണെങ്കിൽ 2 എപ്പോഴും വഴക്കാണ്. അവള് വീട്ടിൽ ചോറ് വെച്ച് തിന്നും, അവൻ 3 നേരവും പുറത്തുനിന്നാണ് ഭക്ഷണം. അപ്പൊ അവരുടെ സൂക്കേട് വേറെയാ. അത് മാത്രമല്ല, 2 മുറിയിലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ പിടിക്കും. അപ്പൊ നിങ്ങൾ തമ്മിൽ സ്നേഹം കാണിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല.
അപ്പൊ വിചാരിച്ചിട്ടുണ്ടാവും വെള്ളവും കുടിക്കണ്ടെന്ന്. അത് തന്നെ കാര്യം. ഈ വീട് സ്ഥലമൊക്കെ ആരുടെ പേരിലാ ചേച്ചി? അതാ അവരുടെ പേരില്ല, അവളെ പേരില്ല. അവന് പോക്കാടം ഇല്ലാത്തോണ്ട് അവിടെ കയറി കിടക്കുകയില്ലേ. എല്ലാം അതുകൊണ്ടാണ്. ദൈവമേ, എന്നാലും നമ്മുടെ മുറ്റത്തോട്ട് തന്നെ വന്നല്ല. എനിക്ക് എന്ത് പറ്റി? വെറുതെ ഇറങ്ങിയതാ? അല്ല ഏട്ടാ കാണാൻ വേണ്ടി വന്നു. ആ എന്നെ എന്ത് പറ്റി? നമ്മുടെ വീടിന്റെ അയൽവക്കത്തില്ലേ മറ്റേ സദാനന്ദൻ, നമ്മുടെ കിണറ്റിന്റെ മേളിലോട്ടാണ് പുള്ളിയുടെ ഒരു മരത്തിന്റെ പൂവരച്ച് നിപ്പുണ്ട്. അതിലെ ഇല മൊത്തം നമ്മളെ കിണറ്റിലാണ് വീഴുന്നത്. വലിയ കൊമ്പ് ഇങ്ങോട്ടാ നിൽക്കുന്നില്ല. ശരിയാ. വെട്ടിക്കളയാൻ പറഞ്ഞിട്ട് ഒരു കാരണവശാലും വെട്ടണില്ല. നമുക്ക് ആ അഴുക്ക വെള്ളമല്ലേ നമ്മൾ കുടിക്കണത്. ഇലയൊക്കെ കിണറിലോട്ട് വീഴുന്നെന്ന്. അപ്പൊ ഒരു എന്ന് പറഞ്ഞ് വെട്ടിത്തരാൻ പറഞ്ഞപ്പോ കേട്ടില്ല. അപ്പൊ തമ്പിച്ചേട്ടൻ പറഞ്ഞു സാറിനോട് വന്നൊന്ന് പറയാൻ പറഞ്ഞു. അല്ല, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനാണ് നല്ലത്, ക്ലീറ്റോയാണ് നല്ലത്. ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇടപെട്ട്. അല്ല, ക്ലീറ്റോ ചേട്ടനോട് പറയണ്ടെന്ന് തമ്പിച്ചേട്ടൻ പറഞ്ഞു. ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് അവരിവിടെ ചെന്ന് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ വെറുതെ ഇതാക്കുമെന്നും പറഞ്ഞു. ഒന്നും ചെയ്യത്തില്ല. അല്ല സാരല്ല, നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ തഹസിൽദാരോ RDO അവരൊക്കെയാണ് ഇടപെട്ടാണ് ഇത്തരം കാര്യം നിയമവശങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഒരു കമ്പ് വെട്ടാനായിട്ട് അവർ അങ്ങനെയൊക്കെ പറയണോ? പിന്നെ തർക്കമായ പിന്നെ നിയമത്തിന്റെ വശത്തൂടെ പോകേണ്ടി വരും. അതൊക്കെ നമുക്കിപ്പോ സാറൊന്ന് വന്ന് പറഞ്ഞു നോക്കിയാൽ മതിയായിരുന്നു. പോലീസുകാർക്ക് അങ്ങനെ അല്ല സംസാരിച്ചു നോക്ക്. നമ്മുടെ ഒരു അയൽപക്കം എന്നുള്ള രീതിയിൽ സാറൊന്നൊന്ന് സംസാരിച്ചെങ്കിൽ ചിലപ്പോൾ അവര് കേൾക്കും. അങ്ങനെ അല്ലേ? ഈ മരം ഇങ്ങോട്ട് ഒരുപാട് നിൽക്കുകയാണല്ലേ? പിന്നെ അല്ല മൊത്തം കിണറ്റിൽ തന്നെ വീഴുന്നത്. എന്ത് പാടാൻ നോക്കണം. അപ്പൊ ഒന്ന് സാറൊന്ന് സംസാരിക്കാം, കുഴപ്പമില്ല. അല്ല, നമ്മൾ സംസാരിക്കും. ഞാൻ അല്ല കുഴപ്പമില്ല. വേണ്ട ശരി. എന്ത് വേണല്ലേ ഏട്ടാ? ഇതെന്തോന്ന് വെട്ടിക്കൊടുത്താ കുഴപ്പം? ഇവര് കുടിക്കണ വെള്ളമല്ലേ? അതാണ് അവർക്ക്. അത് മാത്രല്ലെന്ന്, അവർക്കേ ഇവര് തമ്മിൽ അവിടെ സ്നേഹിച്ചൊക്കെ ഇരിക്കുമല്ലോ, നമ്പിച്ചേട്ടനും സുലിച്ചേച്ചിയും കൂടെ. അതൊക്കെ കാണുമ്പോ ഇവർക്ക് ദേഷ്യം വന്നു. ഇവരത്ര ചേരല്ലേ? അപ്പൊ അതിന്റെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും കമ്പ് വെട്ടിത്തരത്തില്ലെന്ന് പറഞ്ഞു. എന്ത് മനുഷ്യരാ നോക്കുന്നത്. ദൈവമേ, എനിക്ക് വയ്യ. ഞാൻ നിങ്ങളെ തിരക്കി ചാക്കട എടുത്തിട്ട് വന്നായിരുന്നേ. പിന്നെ ഒരു കാര്യം പറയാം. എന്താണ് ഇത്ര പറയാനുള്ളത്? കാരണം നിങ്ങളുടെ പടിഞ്ഞാറ് വശത്ത് ഒരു പൂവരശി ഇപ്പൊ ഉണ്ടല്ലോ. അതായത് നമ്മുടെ വാടകയ്ക്ക് താമസിക്കുന്ന തമ്പിയേട്ടന്റെ വീട്ടുമുറ്റത്ത് ആ ഭാഗത്തേക്കുന്നത്. അതെ. അപ്പൊ അതിന്റെ ഒരു കമ്പാണ് ആ വീട്ടുമുറ്റത്തോട് വളഞ്ഞു നിന്നിട്ടേ അവരുടെ വീട്ടുമുറ്റത്തും കിണറ്റിലായിട്ട് അതിന്റെ ഇലകൾ വീഴുന്നുണ്ട്. അതവിടെ കിടന്ന് അവിഞ്ഞ് എന്തൊക്കെ സ്മെല്ലായി. അവരുടെ ഒരു പരാതി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കനകമച്ചമ്പ് എടുത്തുന്ന അവരത് പരാതി വന്നു. മനസ്സിലായി. അപ്പം ഈ മരത്തിന്റെ കമ്പ് മുറിക്കുന്നതായിട്ടൊരു ഒത്തുതീർപ്പിന് നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ആരുമില്ലെന്ന് അറിഞ്ഞോണ്ടേ ക്ലീറ്റോ മച്ചമ്പിക്ക് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കൊള്ളാന്നുണ്ട്. ഏത് ആ ഉടായ്പ ക്ലീറ്റോയാ? ലോകം മൊത്തം ഉടായ്പ കളിച്ച അവനാ. എന്റെ കാര്യമൊക്കെ അവള് നോക്കിക്കോളൂ. ഏതവള്? എന്റെ ഭാര്യ. എന്റെ വേറെ. അത് ശരിയാണ്, ചേച്ചി ധൈര്യത്തിനുണ്ട്. പക്ഷെ എന്നാലും കനകമച്ചമ്പി പോലീസാണ്ട് ലോ പോയിന്റ് പറയുമ്പോഴേ മരം മുറിക്കാതെ എങ്ങനെ രക്ഷപ്പെടണമെന്ന് നമുക്ക് ഇപ്പുറത്തെ തർക്കിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ വേണമല്ലോ. വേണം. ഈ പറയും പോലെ അവൻ ഉള്ള പ്ലാന്റേഷനൊക്കെ പൂട്ടി അത് ഇതൊക്കെ ചെയ്ത് മറ്റേ കൊടികളും കൊണ്ട് വെച്ച് ആകെ കുളമാക്കി കിടക്കുന്ന അവനെ തന്നെ വേണം. അതൊക്കെ പണ്ടത്തെ കാര്യമില്ല, ഇപ്പൊ പക്കയാണ്. അടുത്ത MLA ഒക്കെ ആവേണ്ട ആളല്ലേ. എന്തായാലും നീ പറ, ബാക്കി പറ. ക്ലീറ്റോ മച്ചമ്പി വേണം നിങ്ങളത് വരും. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു ഇതിന് വേണ്ടിട്ട് വന്നേ. നിനക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ? വേറെ ഒന്നും പറയണ്ട. ഞാൻ പോട്ടല്ലേ പിന്നെ? നോക്കണ്ട. ശരിയടേ. ശരി, ഓക്കെ. ക്ലീറ്റോ മച്ചമ്പിക്ക് മൊത്തത്തിൽ നല്ല അഭിപ്രായം. ഈ ചൂടോടെ എന്നാൽ ഉറപ്പായിട്ട് MLA ആകത്തേ ഇല്ല. ചായ അടിച്ചിട്ട് വരാം. ഒരു രോമം ഇച്ചിരി വെളുത്തുന്ന ഉടനെ പിള്ളേർ കണ്ട ഉടനെ അങ്കിള് അങ്കിള് അങ്കിള്. മനുഷ്യനെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയിട്ട്. മച്ചമ്പി എന്തുവാടേ? മനുഷ്യനെ പേടിപ്പിക്കല്ലേ? അത്ര കിട്ടുന്ന പരിപാടി. കത്രി കിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. ഓഹോ, നല്ല കൂടില്ല. അല്ലാണ്ട് ഒരു നരവിട്ട് വന്നോ? അല്ല, നരയ്ക്കാൻ നരയില്ല. ഒരെണ്ണം അവിടെ ഇവിടെ എങ്ങാണ്ട് നിന്ന് കണ്ട ഉടനെ ഇപ്പോൾ നാട്ടിലെ പിള്ളേർ പുറത്തിറങ്ങിയ ഉടനെ അങ്കിൾ ഹായ്. അത് പോട്ടെ. പൂവരസിന്റെ ആളെ വഴി വെച്ച് കണ്ടു. അയാൾ അമ്പിനും വിളിനും അടുക്കുന്നില്ല. അയാൾ പറയുന്നത് അയാൾക്ക് തൊട്ട് യാതൊരു ഏർപ്പാടുമില്ല. പെണ്ണുമ്പിള്ളയെ കണ്ടു പറയാം, പെണ്ണുമ്പിള്ള അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നാണ് പറഞ്ഞത്. മച്ചമ്പിയുടെ കാര്യം പറഞ്ഞിട്ട് തീരെ മോശം അഭിപ്രായം. എനിക്ക് തോന്നണേ RDP ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഇയാൾക്കുണ്ടാവും.
അയാൾക്ക് ഒരു പാർട്ടി ബന്ധമില്ല. അയാൾ മറ്റമ്മയുടെ കുറ്റങ്ങൾ ഇങ്ങനെ 1, 2, 3 എന്ന് പറയും എന്തോരം കുറ്റങ്ങൾ എന്നിട്ട് നമ്മൾ ഇത്ര കുറ്റപ്പെടുത്താൻ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അത് പറയില്ല ഒരുത്തന്. നല്ലത് എന്ത് ചെയ്തിട്ടാ മച്ചമ്പി? റൊണാൾഡോ നീ കളിക്കരുത്, നിനക്കൊന്നും അറിഞ്ഞോടത്തല്ല നീ ഇങ്ങനെ സംസാരിക്കരുതേ. ഞാൻ അവിടെ നിന്ന് ഓർത്തു നല്ലത് ഏതെങ്കിലും ഒരു പോയിന്റ് അടിക്കും. ഒരു സാധനം മനസ്സിൽ വന്നില്ല. വാങ്ങി നോക്കി കോഴിക്കുഞ്ഞു കൊടുത്ത്, കക്കൂസ് കൊടുത്ത്, ആട്ടുകുട്ടി കൊടുത്ത്, ബക്കറ്റ് കൊടുത്ത്. കോഴിക്കുഞ്ഞു കൊടുത്തു. ആർക്ക്? ആർക്കൊക്കെ കൊടുത്തു പറ. അൻസാർക്കായ്ക്ക്, അൻസാർക്കാട് അളിയനും അനിയത്തിക്കും. കക്കൂസ് കൊടുത്തു. നടരാജന്റെ ഭാര്യയുടെ അനിയത്തിക്കും നടരാജന്റെ ഏതൊരു ബന്ധുവിനും. ആട്ടുംകുട്ടിയെ കൊടുത്തു. ബാബുവിന് കൊടുത്തു. അപ്പുകൂടെ സാറിന്റെ ഡ്രൈവർക്ക് കൊടുത്തു. പുറത്തുള്ള ആർക്കെല്ലാം എന്തിനു കൊടുത്തു? എടേ അതൊക്കെ അവകാശപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത്. അവകാശപ്പെട്ടവർക്ക് ഇതുവരെ കക്കൂസ് കിട്ടില്ല. ആദ്യം കുടുംബത്തിലുള്ളവർക്കാണ് കൊടുക്കേണ്ടത്, എന്നിട്ടേ പുറത്ത് കൊടുക്കാവൂ കേട്ടാ. ഞാൻ ഉദ്ദേശിക്കുന്നത് 1, 2 കാര്യങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അയാൾ ഒന്നുകൂടെ സമീപിച്ച് ഒരു അനുരഞ്ജന സമന്വയവാദയിലൂടെ സംസാരിച്ചാലാണ്. അങ്ങനെ കാല് പിടിക്കാനൊന്നും പോകണ്ട. എന്തിനും നമ്മളിപ്പോൾ കാല് പിടിക്കാൻ പോണേ? അല്ല അതുകൊണ്ട് ചിലപ്പോൾ ഇമേജ് കയറിയാലോ. അയാൾ ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു നമ്മളെ ശത്രുക്കൾ ആരോ അയാളുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. അച്ചമ്പി ശത്രുക്കളെ മിത്രമാക്കണം, അതാണ് രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? അല്ല ഇനിയിപ്പോൾ മറ്റോ ഏറ്റെടുത്തുകൊണ്ട് ഇനി അവൻ നമ്മളെ പറ്റി കുറെ കുറ്റം വല്ലതും പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മളെ അണിയൻ. ആരും അതെല്ലാം അതിൻ്റെതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യം നടക്കും. തമാശയല്ല. നീ ഇതെപ്പോ വന്നു? നീ എവിടെയാ പോണെന്ന് പറഞ്ഞിട്ട്? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരേണ്ടി വന്നു. എന്ത്? അല്ല ഞങ്ങളെ ഓരോ ഞങ്ങൾ ചേട്ടനും അതിനും കൂടെ ഒന്ന് എന്തെങ്കിലും ഇരുന്ന് സംസാരിച്ചാൽ ഉടനെ വന്നു. അത് എന്ത് നിങ്ങളെ കുടുംബത്തെ പറ്റി കുറ്റം പറഞ്ഞല്ലേ ഞങ്ങളെ കുടുംബത്തിലെ പോരായ്മകളും നല്ല കാര്യങ്ങളും പറഞ്ഞില്ലേ? അയ്യോ ഒന്നുമില്ല. ഞാൻ പറയായിരുന്നു വെടിമരുന്നും തീപ്പെട്ടിക്കൊള്ളിയും കൂടെ അടുത്തിരുന്നാൽ നമുക്ക് പേടിയാവുമല്ലോ. അത് ശരിയാണ്. വെടിമരുന്ന് തീപ്പെട്ടിക്കൊള്ളി. ഇത് RDX. ഈയുടെ അടുത്തൂടെ പോയിട്ട് ഒരു മനുഷ്യനും അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് പിന്നെ കൂടെ നടക്കരുത്, ചിലപ്പോ നീ പൊട്ടി തെറിക്കൂടാ മോനെ. വെറുതെ പറഞ്ഞ സോറി. പിന്നെ ക്ലീറ്റോ സുലിച്ചേച്ചി പറഞ്ഞ കറക്റ്റ് ക്ലീറ്റോ. ആ പൂവരശിന്റെ ഇല മുഴുവൻ ആ കിണറ്റിലൊന്ന് പോയി നോക്കിക്കേ. കഷ്ടം. എന്തിനു എന്റെ കിണറ്റിലല്ല വീണത്? അന്നാലും നമ്മുടെ അലോക്കല്ലേ. പിന്നെ ആ പെണ്ണുപിള്ളേരെ കിണറ്റി വീണേന് നമുക്കെന്ത്? അത് നമ്മളൊക്കെ എന്തോ നമ്മൾ പൊതുപ്രവർത്തകരെന്തോ ഒരു ഒന്നിനും കൊള്ളാത്തവരാണെന്ന്. അവർ പോലീസുകാരാണല്ലോ അവരുടെ മികച്ച ആൾക്കാർ അവരുടെ കാഴ്ചപ്പാടിൽ. എന്റെ പൊന്നെ ഞാൻ വെറുതെ പറഞ്ഞ പോയി നോക്കണ്ട. നോക്കാമെന്നല്ല, പൂവരശിന്റെ ഇല വീണ് ആരും ആ വെള്ളം കുടിച്ച് ചത്തൊന്നും പോകില്ല. അല്ല 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 വിളപ്പിച്ചാല കമലിന്റെ കാര്യം അതല്ല ഞാൻ പറഞ്ഞ അതല്ല. മറ്റേ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് ആണല്ലേ? ഞാനതാണ് ആലോചിച്ചത്. വെറുതെ രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരാ. ആ നോക്കാം, അതായിരിക്കും നല്ലതല്ലേ. ശരി, ഞാൻ വിളിക്കാം സാറേ. ഓക്കെ. ഇല്ലേ ഇല്ലേ വന്നേ, എന്തായിട്ടാ? ഒന്ന് വാ, ഒരു കാര്യം പറയട്ടെ. എന്തുവായിട്ടാ ഏത് നേരം ലില്ലി ലില്ലിന്ന് വിളിച്ചുകൊണ്ടിരിക്കണത്? എനിക്ക് അടുക്കളയിൽ പണിയൊന്നും എടുക്കണം. ഏട്ടന് നടന്ന് അങ്ങോട്ട് വന്നാൽ എന്താ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. എന്താ? ഈ കേസ് കൊടുക്കുന്നതായിരിക്കില്ല നല്ലത്. ആർക്ക്? എന്തിന്? മറ്റേ പൂവരശ സുരിച്ചിട്ട് കിണറ്റിലോട്ട് വീണെന്ന് പറഞ്ഞുള്ള പരാതിയെ ഈ സദാനന്ദനെ നമുക്ക് പരിചയമുള്ള ആളല്ലേ. നമ്മളിപ്പോ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുന്നത് മോശമല്ലേ? അതിന് കേസ് കൊടുക്കാനാണെങ്കിൽ അവർക്ക് അങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ പോരായിരുന്നു. അതിനാണ് ഏട്ടനടുത്ത് വന്ന് പറഞ്ഞത്. ഏട്ടൻ്റെ അടുത്തൊന്നും അവരുടെ അടുത്ത് പോയി സംസാരിക്കാനല്ലേ പറഞ്ഞത്. സംസാരിച്ച തീരേണ്ട പ്രശ്നം ഈ കേസുമായിട്ടൊക്കെ പോണേ എന്തിനാ? ഏട്ടനൊന്നും ഈ സാധാരണ ചേട്ടനെ കണ്ടിട്ട് സംസാരിക്കും. ഏട്ടൻ സംസാരിച്ച് അവർ കേൾക്കും. ഇത് പറയാനാണ് എന്നെ ഈ വിളിച്ചോണ്ടിരിക്കുന്ന ഏട്ടാ. ഇനി ഞാൻ ഇവിടെ വന്നിരിക്കും. അവിടെ അടുക്കളയിൽ വിളിക്കാൻ നിൽക്കല്ലേട്ടാ, ഞാൻ വരത്തില്ല. അങ്ങനെ എന്തത് നമുക്കിവിടെ ആരാ നോക്കാൻ? അംഗീകരിച്ച് അതെ, നമുക്കറിഞ്ഞൂടെ ഇതെല്ലാം നമ്മൾ സംസാരിക്കേണ്ട. അതെ, നമ്മളെ പറമ്പിൽ നിറയെ കാടുണ്ട്. നിങ്ങളെ പെൺപുലിയിലെ പെണ്ണുങ്ങളെല്ലാം അവിടെ വിളിച്ച് ഒരു ദിവസം ചായയും പടയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞേ, അവർക്ക് ഭയങ്കര പണിത്തിരക്ക്. അപ്പൊ പണിയില്ലാത്ത ആരെങ്കിലും നോക്കാൻ പറഞ്ഞു. പണിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കുണ്ടല്ലോ, എനിക്ക് കുറേ നേരമായിട്ട് ക്ലീറ്റോനെ ഇങ്ങനെ കാണാൻ തോന്നുമായിരുന്നു. എന്തോ ഭയങ്കരമായിട്ട് ഒരു കാണാൻ തോന്നൊക്കെ. എന്തോ കാര്യത്തിന് അയ്യോ ഒരു കാര്യം. ചായ കുടിച്ചാ? ചായ എടുക്കട്ടെ? ചായ വേണ്ട, ചായപ്പോ താഴ്ന്ന് കുടിച്ച് സുലുവും തമ്പിയും കൂടെ ഒരേ നിർബന്ധം ചായ കുടിക്കണം. ചായ മാത്രം കുടിച്ചുള്ളോ? മിച്ചറും ഉണ്ടായിരുന്നു. മിച്ചറിന്റെ കപ്പലണ്ടിയിലൊരു വകയില്ല. ചായ ആണെങ്കിൽ ഒരു വാട്ട ചായ പിന്നെ കുടിച്ച്. എന്നാ പിന്നെ നല്ല ചായ എടുക്കാം. വേണ്ടെന്നേ. കുടിക്കാം, എന്നിട്ട് എന്നെ 2 തെറി പറ.
അതാണല്ലോ നിങ്ങളുടെ ശീലം, അതാണല്ലോ. നീ എന്തേലും വല്ല ഉള്ളിൽ വെച്ച് പറയാതെ കാര്യം പറ. ഉള്ളിൽ വെച്ചൊന്നുമല്ല, അവരുടെ ബിസ്ക്കറ്റും ചായ മിച്ചറും അലുവ എല്ലാം തിന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് അവരെ ചീത്ത വിളിച്ചല്ലേ? അയ്യോ അതാടാ കാര്യം. അതേ, അനീതി കണ്ടാൽ ഞങ്ങൾ ഇടപെടും. അതാണ് ഞങ്ങളുടെ ഒരു പോളിസി. ഇനിയിപ്പോൾ അതിൽ ചായ മിച്ചർ തന്നതാണ് വിഷയമല്ല. ഇനിയിപ്പോൾ നീ ഞങ്ങൾക്ക് കൂടെ വയറ് നിറച്ച് ഭക്ഷണം തന്നിട്ട് നീ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചാൽ അതിനെതിരെ ഞാൻ ശബ്ദം ഉയർത്തും. ആ ചേച്ചി വിളിച്ചിട്ട് എന്തോരം വിഷമം പറഞ്ഞെന്നറിയോ? അതുങ്ങൾ രണ്ടും കൂടി പോണ കണ്ടപ്പോൾ ഞാൻ അയലൊക്കെ അല്ലേ കയറി വാ ചായ കുടിച്ചിട്ട് വാന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും വന്നിരുന്ന് കഴിച്ചു. എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് അയാളുടെ സദാനന്ദന്റെ കൂടെ നിന്ന് ഞങ്ങളെ വേണ്ട ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. അന്നം തരണത് ആര് വിളിച്ചാലും ഞങ്ങൾ സ്വീകരിക്കും, കഴിക്കും, അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് തോന്നിയാസം കാണിച്ചാൽ അതിനെതിരെ പ്രതികരിക്കും. ഞാൻ ഈ മരം എന്ന് പറയുന്നത് ആരുടെ? പ്രകൃതിയുടെ വരദാനമാണ്. അത് തന്നെത്താനെ വളർന്ന് അവിടെ ഇങ്ങനെ ഒരു പളവൃക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ അത് തന്നെയാണ്. അപ്പൊ അതിന്റെ ആ ചോട്ടി കൊണ്ടുവന്ന് കിണറുണ്ടാക്കി വെച്ചാൽ അത് മനുഷ്യന്റെ നിർമ്മിതിയാണ്. അത് വേറെ എവിടെ എല്ലാം വെക്കാം. അപ്പൊ അങ്ങനെ വെക്കാൻ വയ്യാത്തവര് പിന്നെ ഇതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇച്ചിരി ഇലയൊക്കെ വീഴും. പിന്നെ ഇല ഈ പറഞ്ഞ മാതിരി അത് കുടിക്കുന്നത് ഒന്നും സമ്മതിക്കൊന്നുമില്ല. കെട്ടിന്റെ ഇതെന്താന്നറിയാമോ? നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങള് ചോരക്കെതിരെ പോരാടുന്ന കുടുംബം. കുടുംബത്തിന്റെ ചരിത്രം ഒന്നും എന്നെ കൂടെ പറയിപ്പിക്കല്ലേ. കുടുംബത്തിന്റെ ചരിത്രം എടുത്ത ഇതേപോലെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് ക്ലീറ്റോ, അവര് വെള്ളത്തിന് ചെറിയ മണം പോലും ഉണ്ട്. അവർ ആ വെള്ളമല്ലേ കുടിക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. അയാളെ എരികേറ്റുന്ന വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? സാധാരണ തന്നെ നിന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടു ഇപ്പൊ എന്താ സുലു നിന്നെ വിളിച്ച് എന്തോ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് നല്ല വിഷമമുണ്ട്. ഈ അയലകത്ത് കിടന്നിട്ട് ഇത് ചെയ്യാൻ പാടുണ്ടോ അംഗം എന്നോട് ചോദിച്ചു. ശരിയല്ലേ അവര് പറയണത്? പിന്നെ വേണമെങ്കിൽ സുലുവിനെ വെള്ളം കുടിക്കാൻ പറ, വേണ്ടെങ്കിൽ അവരുടെ ഇവിടുന്ന് വീട് മാറി പോവാൻ പറ. പിന്നെ അല്ലാതെ ഒരു വഴിയുണ്ട്. സുലിച്ചേച്ചിയും തമ്പിയണ്ണും വന്നിട്ട് ക്ലീറ്റ മച്ചമ്പടുത്ത് ക്ഷമാപൂർവ്വം ഒരു അപേക്ഷയുടെ തരുവാണ് വേണേ ക്ഷമ പറയാൻ ആരെ നിക്കണേന്നോ. പക്ഷെ കുഴപ്പമില്ല, അതവര് തീർത്തോളും. തമ്പിയണ്ണം കാണാനിരിപ്പുണ്ട് രണ്ടിന്. അയ്യോ ഈ കമ്പിയണ്ണ എന്ത് കമ്പിയണ്ണ? ഇവനെക്കാളും വലിയ കമ്പി നമ്മള് കണ്ടിട്ടുള്ളതാണ്. അയാൾക്ക് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ബോധവും പൊക്കണോ ഇല്ലാത്തതാണ്. പുളിച്ചത് വിളിക്കും, പുളിച്ചത് വിട്ടിട്ടുണ്ടെങ്കിൽ വളിച്ചത് ഞങ്ങൾ അങ്ങോട്ട് കാണിക്കും. പിന്നെ ഇത് ഫാമിലി തുടങ്ങാൻ കള്ളു കുടിച്ചാലേ ബോധം പോവുള്ളൂ. പക്ഷെ ഞങ്ങൾ കള്ളു കുടിക്കണ്ട, അല്ലാതെ തന്നെ അറിയാം എന്താ പറയണമല്ല. പിന്നെ അവൻ ഈ കേരളത്തിൽ നാടകം കളിക്കൂല, അവനെ ഞങ്ങൾ പൊളിക്കും. അത് നടക്കത്തില്ല. ഒരു മാസത്തിൽ ഒരു കളിയുള്ളൂ. പിന്നെ പഞ്ചായത്തിൽ പോലും കിട്ടത്തില്ല. എവിടെ പോയി പൊളിക്കും? അല്ല അടുത്ത പഞ്ചായത്തിൽ പോവുമല്ലോ. അല്ല അങ്ങനെ മേടിക്കണ്ട. അവന്റെ കല അവന് മര്യാദക്ക് നാടകം കളിക്കണമെന്ന്. നിങ്ങൾ ആരെങ്കിലും തല്ലിക്കൊല്ലും. ആയിക്കോട്ടെ. അപ്പൊ റീത്ത് വാങ്ങിച്ച് നീ അങ്ങ് വെച്ചാരാ എന്റെ നെഞ്ചത്ത്. ഞാൻ പൈസ ചെലവാക്കും. ഭർത്താവിനാണ് എന്തൊരു ഒരു രീതിയിൽ ഒരു സഹായം ആർക്കെങ്കിലും ചെയ്യാൻ പോയാ പോലീസുകാരനെ കൊണ്ട് സഹായിക്കട്ട്. നമ്മള് പുച്ഛം അവസാനം തീരുമാനമായതെങ്ങനെ മറ്റം വിചാരിച്ചിട്ട് അത് പറഞ്ഞപ്പോഴാ സാധാരണ അടുത്ത് മറ്റേ ചായക്കട ചർച്ചയ്ക്ക് പോയപ്പോഴേ പൈസ തരുന്ന അത് തരാന്നൊരു മോഹന വാഗ്ദാനം നിലനിൽപ്പുള്ളൂ. അത് കിട്ടിയിട്ടില്ല. 50 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. 50 രൂപ പിന്നെ ചായക്കും പരിപ്പോടൊക്കെ എത്ര രൂപ? നീ സ്റ്റാർ ഹോട്ടലിൽ പോയല്ലോ കഴിച്ചത്. തരണ്ട. പഞ്ചരയുടെ ബാബുവിന്റെ കൊടുത്താൽ മച്ചമ്പയുടെ പേര് പറഞ്ഞ് ബാബുവായിട്ട് ഒരു ഇടപാടും ഇല്ല. ഞാനും നീയുമായിട്ടാണ് ഇടപാട്. നിനക്ക് ഞാൻ പറഞ്ഞ 50 രൂപ തരും. 50? ഒരു പൊതുപ്രവർത്തകന്റെ ജോലി എന്ന് പറഞ്ഞാൽ പൊതു പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത് അത് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഒന്ന് ചെയ്ഞ്ഞാലേ മറ്റൊന്നിനും വളാവുള്ളൂ. എല്ലായിടത്തും ഒരിടത്തും കേസ് വിധി വരുമ്പോൾ ഒരാൾ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ തന്നെയാണ്. അല്ലാതെ പിന്നെ എല്ലാവരും ജയിക്കുമോ? വല്ല കാരണം നിനക്ക് ഏറ്റുപിടിക്കാൻ വല്ല കാര്യം ഏറ്റുപിടിക്കും. ഞാൻ ഏറ്റുപിടിക്കും. ആളാണ് സമൂഹത്തിൽ എല്ലാവരും ഒരുപോലല്ലേ? അങ്ങനെ കാണാത്ത മാത്രമല്ല പെൺപിള്ളക്കെതിരെ ക്രമിക്കത്ത് കൂടുതൽ. എന്റെ കനക നിനക്ക് വേറെ വല്ല പണിയില്ല. ഇതിന്റെ തല തുറന്നിട്ട് വേദം ഓതിയാലും കേറൂല. നിങ്ങൾ എന്റെ തല നിങ്ങൾ അവരുടെ വീട്ടിൽ കിടന്ന് ചായ കുടിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് മറ്റവരുടെ സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനായിട്ടായിരിക്കണം കഴുത്ത് കെട്ടിയിട്ട്. സുരിച്ചേച്ചി കേൾക്കണ്ട കേട്ടോ. അവർക്ക് പിന്നെ നീ ഇത് ചുമ്മാ സുലു എന്ത് ഇവിടെ വന്നത്? അതിന് മുമ്പുള്ളതാണ് സദാനന്ദ ഇവിടെ താമസിക്കുന്നത്. സദാനന്ദ പ്രശ്നമാണ് എന്റെ പ്രശ്നം. ഞങ്ങൾ എന്തായാലും സുരിച്ചേച്ചിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. നിങ്ങൾ സുലുവിനോട് നിൽക്കുക ഇരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ന്യായത്തിന്റെ കൂടെ നിൽക്കുള്ളൂ. മിണ്ടായിരിക്കാൻ പറഞ്ഞു. സുലു ഒന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ സുലു മൂക്കി. എന്റെ മരത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇനി വഴക്കൊന്നും ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ മിണ്ടാതിരിക്കൊന്നുമില്ല. എവിടെ ന്യായം കണ്ട അവിടെ ഞാൻ സംസാരിക്കും. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ആ മരത്തിന്റെ താഴെ തന്നെ കിണർ വയ്ക്കണം. ഇത്ര അങ്ങോട്ട് മാറ്റി വെച്ചൂടെ? അല്ലെങ്കിൽ ഒരു വല മാറ്റിട്ടൂടെ? ആ മരം പണ്ടേ ഉള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിന്നില്ലെങ്കിൽ കേസ് കൊടുക്കാം. ഇല്ല സാറേ, ഒരു കുഴപ്പമില്ല. അവരിന്ന് രാവിലെ മരം മുറിച്ചു. ആ തങ്ങോട്ട് കിടന്ന കമ്പങ്ങ് മുറിച്ചായിരുന്നു. കണ്ട അവർക്ക് മനസ്സലിവ് തോന്നി. മനസ്സലിഞ്ഞിട്ടൊന്നുമല്ല,
കനക സാറിന്റെ ബുദ്ധിയായിരുന്നു. സാർ പറഞ്ഞ അനുസരിച്ച് ഇങ്ങോട്ട് ചാഞ്ഞ് കിടന്ന കമ്പിൽ ഞങ്ങളൊരു ഊഞ്ഞാലി കെട്ടി. അതിരുന്നുകൊണ്ട് പാട്ടും ഡാൻസും തമ്പിച്ചേട്ടൻ്റെ കുറെ തമാശയും ഒക്കെ അതിലിരുന്നുകൊണ്ട് നമ്മൾ നടത്തിയപ്പോൾ അവർക്ക് പിടിക്കുമോ? തമ്പിച്ചേട്ടനാണെങ്കിൽ രാത്രിയായിട്ട് കിടക്കാൻ പോലും വരൂല, അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. അത് കണ്ടിട്ട് അവർക്ക് പിടിച്ചില്ല. അവരാരെയും വിളിച്ചു. ഇന്ന് രാവിലെ ആയപ്പോൾ മുറിച്ചളഞ്ഞു. അതിന് ചാഞ്ഞ് കിടന്ന കമ്പില്ലേ, അതിനെ മുറിച്ചളഞ്ഞു. ദൈവമേ, ഇത്രയും കാര്യം ഉണ്ടായിരുന്നല്ലോ. ഇത്രയും ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായോ രാഷ്ട്രീയക്കാരനും പോലീസുകാരനും തമ്മിലുള്ള വ്യത്യാസം? എന്നാൽ ഈ പോലീസുകാരുടെ ഒരു ബുദ്ധിയേ. Audience